വായ്പാ കുടിശ്ശിക തുകയേക്കാൾ കൂടുതൽ മൂല്യമുള്ള ഭൂമിയിലെ ജപ്തി തടയാൻ കളക്ടർമാർക്ക് അധികാരം നൽകുന്ന നിയമ ഭേദഗതി സംസ്ഥാനത്ത് നിലവിൽ വന്നു. വായ്പയ്ക്ക് ഈടായി വെച്ച മുഴുവൻ ഭൂമിയും കെട്ടിടവും ജപ്തി ചെയ്യാൻ ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും പുതിയ നിയമം വഴി കഴിയില്ല. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി LDF-ലെ നിഷ ഷാജി തെരഞ്ഞെടുക്കപ്പെട്ടു. LDF-ലെ മുൻ ധാരണപ്രകാരം CPM പ്രതിനിധിയായിരുന്ന മുൻ പ്രസിഡന്റ് MM മുകേഷ് രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. മഴ കനത്താൽ ആശങ്കയോടെ കഴിഞ്ഞിരുന്ന അന്നമനട കുടുംബി കോളനി നിവാസികൾക്ക് ഇനി ഭയമില്ലാതെ കഴിയാം. പുഴയോരത്തെ പാർശ്വഭിത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. വായ്പാ കുടിശ്ശിക തുകയേക്കാൾ കൂടുതൽ മൂല്യമുള്ള ഭൂമിയിലെ ജപ്തി തടയാൻ കളക്ടർമാർക്ക് അധികാരം നൽകുന്ന നിയമ ഭേദഗതി സംസ്ഥാനത്ത് നിലവിൽ വന്നു. വായ്പയ്ക്ക് ഈടായി വെച്ച മുഴുവൻ ഭൂമിയും കെട്ടിടവും ജപ്തി ചെയ്യാൻ ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും പുതിയ നിയമം വഴി കഴിയില്ല. കുടിശ്ശിക തുകയ്ക്ക് മൊറട്ടോറിയം അനുവദിക്കാൻ സർക്കാരിന് അധികാരം നൽകുന്ന വ്യവസ്ഥകളും പുതിയ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജപ്തി ചെയ്യുന്ന ഭൂമിയും അതിലെ കെട്ടിടങ്ങളുടെയും മൂല്യം വായ്പാ കുടിശ്ശിക തുകയേക്കാൾ കൂടുതലാണെങ്കിൽ വസ്തുവിന്റെ ഒരു ഭാഗത്ത് മാത്രമായി ജപ്തി പരിമിതപ്പെടുത്താൻ കളക്ടർക്ക് കഴിയും. പ്രദേശത്തെ ഭൂമിയുടെ ന്യായവിലയുടെയും പൊതുമരാമത്ത് വകുപ്പ് കണക്കാക്കിയിട്ടുള്ള കെട്ടിടങ്ങളുടെയും മറ്റുള്ളവയുടെയും മൂല്യം കണക്കാക്കിയാണ് നടപടി. ജപ്തിയിൽ ഇടപെടുന്നതിനായി കുടിശ്ശികക്കാരൻ കളക്ടർക്ക് നൽകുന്ന അപേക്ഷയുടെ അടിസ്ഥാനത്തിലാകും നടപടി. ജപ്തിയുടെ ഭാഗമായി സർക്കാർ ഏറ്റെടുക്കുന്ന ഭൂമി കുടിശ്ശികക്കാരന് തുക അടച്ച് തിരികെ എടുക്കാൻ 5 വർഷം വരെ സാവകാശം നൽകാനും നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. പ്രോസസ്സിംഗ് ചാർജും പലിശയും നികുതി കുടിശ്ശികയും ഉൾപ്പെടെ സാമ്പത്തിക ബാധ്യതകൾ തീർത്താൽ കളക്ടറാണ് ഭൂമി തിരികെ അനുവദിക്കുക. കുടിശ്ശിക അടച്ച് ഭൂമി തിരികെ വാങ്ങാനുള്ള നടപടികൾക്ക് കളക്ടറുടെ മുൻകൂർ അനുമതി തേടുകയും വേണം. ജപ്തിയിലേക്ക് കടക്കും മുമ്പ് കുടിശ്ശിക ഗഡുക്കളായി അടയ്ക്കാൻ കുടിശ്ശികക്കാരന് അവസരം നൽകേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി LDF-ലെ നിഷ ഷാജി തെരഞ്ഞെടുക്കപ്പെട്ടു. LDF-ലെ മുൻ ധാരണപ്രകാരം CPM പ്രതിനിധിയായിരുന്ന മുൻ പ്രസിഡന്റ് MM മുകേഷ് രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. നിലവിൽ 10ാം വാർഡ് മെമ്പറാണ് CPI-ലെ നിഷ ഷാജി. നിഷ ഷാജിക്ക് 13 വോട്ടുകളാണ് ലഭിച്ചത്. എതിർ സ്ഥാനാർത്ഥി കോൺഗ്രസിലെ ഷംസു വെളുത്തേരിക്ക് 8 വോട്ട് ലഭിച്ചു. ഇരിങ്ങാലക്കുട എംപ്ലോയ്മെന്റ് ഓഫീസർ PS സീനത്തായിരുന്നു വരണാധികാരി. തിങ്കളാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ LDF-ൽ നിന്ന് നിഷ ഷാജിയും UDF-ൽ നിന്ന് ഷംസു വെളുത്തേരിയും തമ്മിലാണ് മത്സരം നടന്നത്. നിഷ ഷാജിക്ക് 13 വോട്ടുകളും ഷംസു വെളുത്തേരിക്ക് 8 വോട്ടുകളും ലഭിച്ചു. ഇരിങ്ങാലക്കുട എംപ്ലോയ്മെന്റ് ഓഫീസർ PA സീനത്തായിരുന്നു വരണാധികാരി. നിലവിൽ 21 അംഗ കമ്മിറ്റിയിൽ LDF-ന് 13ഉം UDF-ന് 8ഉം അംഗങ്ങളാണുള്ളത്. 2010 മുതൽ തുടർച്ചയായി പഞ്ചായത്ത് അംഗമായി തുടരുന്ന നിഷ ഷാജി 6ാം വാർഡിൽ നിന്ന് 1 തവണയും 8ാം വാർഡിൽ നിന്ന് 2 തവണയും ജയിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനറൽ സീറ്റിൽ നിന്നാണ് ജയിച്ചത്. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയായും പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ CPI വെള്ളാങ്കല്ലൂർ ലോക്കൽ കമ്മിറ്റി അംഗവും കേരള മഹിളാ സംഘം വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറിയുമാണ്. മഹിളാ സംഘം കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി അംഗം കൂടിയാണ് നിഷ. മീഡിയ ടൈം, വെള്ളാങ്കല്ലൂർ. മഴ കനത്താൽ ആശങ്കയോടെ കഴിഞ്ഞിരുന്ന അന്നമനട കുടുംബി കോളനി നിവാസികൾക്ക് ഇനി ഭയമില്ലാതെ കഴിയാം. പുഴയോരത്തെ പാർശ്വഭിത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 2023-24 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് വിഹിതത്തിൽ 75 ലക്ഷം രൂപ വകയിരുത്തി ചാലക്കുടി പുഴയോരത്ത് 222 മീറ്റർ നീളത്തിൽ പുഴയിൽ കരിങ്കല്ലിട്ട് 2 മീറ്റർ ഉയരത്തിൽ ഭിത്തി കെട്ടി സംരക്ഷിക്കുന്ന പദ്ധതി പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അന്നമനട പഞ്ചായത്തിലെ 5ാം വാർഡ് കുടുംബി കോളനിയിൽ 25 കുടുംബങ്ങളാണുള്ളത്. മഴ കനത്താൽ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയരുകയും ഇവിടെ തീരം ഇടിയുകയും ചെയ്യുന്നത് പതിവാണ്. അതുകൊണ്ട് മഴ ശക്തമായാൽ കുടുംബങ്ങൾ ആശങ്കയോടെയാണ് കഴിഞ്ഞിരുന്നത്. പാർശ്വഭിത്തി നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഇവരുടെ ആശങ്കകൾക്കും ആശ്വാസമാകും. കുടുംബി കോളനി സൈഡ് കെട്ട് എന്ന് പറയുന്ന പദ്ധതി ഏറെ കാലമായി എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് വീണ്ടും പദ്ധതിയുടെ ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ 2023-24 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിൽപ്പെടുത്തി 75 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ പദ്ധതിയുടെ ആരംഭിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ വലിയ മഴയിലും ഏറെ ആശങ്ക തീരമിടിയുന്നൊരു പ്രശ്നമുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായി സംസ്ഥാന സർക്കാരിൻ്റെയും MLA-യുടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരുടെയൊക്കെ സഹായത്തോടു കൂടി നമുക്ക് ഈ പദ്ധതി പുനരാരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മീഡിയ ടൈം, മാള.
സ്വാദിഷ്ടമായ വിവിധതരം നാടൻ വിഭവങ്ങളുമായി ചാലക്കുടി വ്യാസ വിദ്യാനികേതനിൽ കർക്കിടക ഫുഡ് ഫെസ്റ്റ് നടത്തി. ഫാസ്റ്റ് ഫുഡിന്റെ കാലത്ത് തനതും പുരാതനവുമായ പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് പുതുതലമുറയ്ക്ക് പരിചിതമല്ലാത്ത പഴയകാല രുചി വിഭവങ്ങളാണ് സ്കൂളിലെ മാതൃസമിതി കർക്കിടക ഫുഡ് ഫെസ്റ്റിൽ ഒരുക്കിയത്. ആശാളി ലഡു, മുക്കുറ്റി ലേഹ്യം, ഉലുവ പായസം, കപ്പലണ്ടി ഉണ്ട, കരിനച്ചുകൂട്ട്, വാഴപ്പിണ്ടി ഉപ്പിലിട്ടത്, ചെമ്പരത്തി ജ്യൂസ്, വാഴക്കൂമ്പ് കട്ട്ലറ്റ്, കക്കും കായകഞ്ഞി, പത്തിലത്തോരൻ, കുമ്പളങ്ങി അച്ചാർ, മത്തൻപൂവ് ബജി, വേപ്പിലക്കട്ടി, നവധാന്യ സാലഡ്, റാഗിയുണ്ട തുടങ്ങി ഏകദേശം 200ഓളം വ്യത്യസ്ത ഭക്ഷണങ്ങൾ ഫെസ്റ്റിലുണ്ടായിരുന്നു. നാട്ടിൽ സുലഭമായി കിട്ടുന്ന ഔഷധഗുണമുള്ള പല വസ്തുക്കളും ഉപയോഗിച്ച് ഭക്ഷണം ഉണ്ടാക്കിയത് പുതുതലമുറയ്ക്ക് അന്യം നിന്നുപോയ ഭക്ഷണശീലങ്ങളെക്കുറിച്ച് അറിവ് പകർന്നു നൽകുന്ന ഒരു വേദി കൂടിയായി കർക്കിടക ഫെസ്റ്റ് മാറി. ആയുർഗുരു ആയുർവേദ വെൽനസ് ക്ലിനിക്കിലെ ഫിസിഷ്യൻ ഡോക്ടർ ലത ഓയർ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സമിതി അംഗവും ജഗദ്ഗുരു ട്രസ്റ്റ് ട്രഷററുമായ TN രാമൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ U പ്രഭാകരൻ, സ്കൂൾ പ്രിൻസിപ്പൽ PG ദിലീപ്, ഭാരതീയ വിദ്യാനികേതൻ മാതൃഭാരതി സ്റ്റേറ്റ് സെക്രട്ടറി സൗമ്യ സുരേഷ്, ക്ഷേമസമിതി പ്രസിഡന്റ് AK ഗംഗാധരൻ, മാതൃസമിതി പ്രസിഡന്റ് ശ്രുതി ഷൈനോ, മാതൃസമിതി വൈസ് പ്രസിഡന്റ് സൗമ്യ പ്രതീഷ് എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. ഇനി നാട്ടിൽ നടന്നത്. സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യത. 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 8 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ തീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ്. ചൊവ്വാഴ്ച കണ്ണൂർ, കാസർഗോഡ്, ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. ഏകീകൃത കുർബാന എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിൽ സമ്പൂർണ്ണമായി നടപ്പിലാക്കുവാൻ സഭാ നേതൃത്വം തയ്യാറാകണമെന്ന് എറണാകുളം അങ്കമാലി മേജർ അതിരൂപത വിശ്വാസി കൂട്ടായ്മ ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. സ്വാതന്ത്ര്യദിനത്തിൽ രാവിലെ 8-ന് പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ കൊരട്ടി സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ നിന്ന് ഏകീകൃത വിശുദ്ധ കുർബാന വിളംബര ജാഥ ആരംഭിക്കും. പോൾസൺ കുടിയിരിപ്പിൽ ജാഥ നയിക്കും. ഫാദർ ജോർജ് നെല്ലിശ്ശേരി ഫ്ലാഗ് ഓഫ് ചെയ്യും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സിനഡ് ആരംഭിക്കുന്ന ഓഗസ്റ്റ് 18-നും സമാപന ദിവസവും രാവിലെ 9 മുതൽ സഭാ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിന് മുന്നിൽ കുടിൽ കെട്ടി സത്യാഗ്രഹം സമരം നടത്തുമെന്ന് മേജർ അതിരൂപത വിശ്വാസി കൂട്ടായ്മ ജനറൽ കൺവീനർ ഡോക്ടർ AP ജോർജ്, ഭാരവാഹികളായ ജോസ് പാറേക്കാട്ടിൽ, ഷൈബി പാപ്പച്ചൻ, ജോസഫ് അമ്പലത്തിങ്കൽ എന്നിവർ അറിയിച്ചു. എംപ്ലോയ്മെന്റ് വകുപ്പ് നടപ്പിലാക്കി വരുന്ന വിവിധ സ്വയം തൊഴിൽ സംരംഭങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസർ TM മുഹമ്മദ് ഷൗക്കത്ത് അലി ക്ലാസ് നയിച്ചു. ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ NV സമീറ, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എറിയാട് KP രാജൻ, നിഷ അജിതൻ, സീനത്ത് ബഷീർ, പെരിഞ്ഞനം വിനിത മോഹൻദാസ്, ശോഭന രവി, TK ചന്ദ്രബാബു, MS മോഹനൻ, ജില്ലാ സെൽഫ് എംപ്ലോയ്മെന്റ് ഓഫീസർ E റെക്സ് തോമസ്, കൊടുങ്ങല്ലൂർ എംപ്ലോയ്മെന്റ് ഓഫീസർ KB അരുൺകുമാർ, കൊടുങ്ങല്ലൂർ ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ EH റിയാസ്, CDS ചെയർപേഴ്സൺ ബേബി പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ആല കോതപ്പറമ്പ് ബ്രഹ്മശ്രീ കോരു ആശാൻ സ്മാരക വൈദിക സംഘം സ്ഥാപകാചാര്യൻ ബ്രഹ്മശ്രീ തിലകൻ തന്ത്രികളുടെ 12ാമത് ശ്രാദ്ധ വാർഷിക ദ്വാദശ സബരിയായി വൈദിക സംഘം സമാചരിച്ചു. ആല ശ്രീ ശങ്കരനാരായണ ക്ഷേത്രാങ്കണത്തിൽ ശിവഗിരി മഠം ബ്രഹ്മസ്വരൂപാനന്ദ സ്വാമികൾ ഭദ്രദീപം തെളിയിച്ചു. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. വൈദിക സംഘം ആചാര്യൻ CB പ്രകാശൻ തന്ത്രികൾ അധ്യക്ഷത വഹിച്ചു. തിലകൻ തന്ത്രികളുടെ നാമധേയത്തിൽ നൽകി വരുന്ന താന്ത്രിക തിലക പുരസ്കാരം കലാകാരൻ വിദ്യാധരന് സമർപ്പിച്ചു. ജ്യോതിഷത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ ജ്യോതിരാജ് എടക്കുളത്തൂരിനെ ആദരിച്ചു. സാഹിത്യ നിരൂപകൻ ഡോക്ടർ MM ബഷീർ, സുബീഷ് ചെത്തിപ്പാടത്ത, PS സ്വരൂപ്, KD വിക്രമാദിത്യൻ എന്നിവർ സംസാരിച്ചു. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മാള യൂണിറ്റ് കൺവെൻഷൻ നടന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് ജോയി മണ്ടകത്ത് ഉദ്ഘാടനം ചെയ്തു. എന്തായാലും ഞാൻ ആ പോയ 46-ൽ 10 ആളുകൾ വന്നു സന്തോഷം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ തന്നെ അപ്പൊ ഒരു ടീച്ചറിനോട് ചോദിച്ചത്, മാഷാണ് മാഷ് നോട്ടീസ് കൊടുക്കാൻ ഇതിൽ ഏർപ്പാട് ഉദ്ഘാടനം നോട്ടീസ് കൊടുക്കുന്ന പുസ്തകമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതാണ് ഈ സംഘടനയുടെ മഹത്വവും വൈഭവവും. ഇവിടെ ഒരു വലിയ ഉയർന്ന താഴെന്നുള്ള സാധനമൊന്നുമില്ല. ഉദ്ഘാടനം തന്നെ നോട്ടീസ് കൊടുക്കും, ഉദ്ഘാടനം തന്നെ മൈക്ക് വയ്ക്കും, ഉദ്ഘാടനം തന്നെ കസേര വെച്ചിടും, ഉദ്ഘാടനം തന്നെ അരങ്ങ് കെട്ടും. ഇതൊക്കെ ഇതിനകത്തുള്ളതാണ്. സജീവ് സാറ് അങ്ങേര് അവിടുത്തെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു, അങ്ങേര് സംസ്ഥാന കൗൺസിൽ അംഗമാണ്,
ജില്ലാ കമ്മിറ്റി അങ്ങയുടെ യൂണിറ്റ് മെമ്പർഷിപ്പ് പോലെ പ്രവർത്തനമൊക്കെ. അപ്പൊ അതാണ് ഈ സംഘടനയുടെ മഹത്വം. യൂണിറ്റ് പ്രസിഡന്റ് എസ് പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് പി പുഷ്പാങ്കദൻ നവാഗതരെ സ്വീകരിച്ചു. പി യു ലളിത, എ ശാരംഗധരൻ, എസ് സോമസുന്ദരം, കെ എ ഹനീഫ, പി എസ് സേതുമാധവൻ, ജെ കെ ദേവസ്യക്കുട്ടി, എൻ എൽ ജേക്കബ്, സെലീന ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു. അഷ്ടമിച്ചിറ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റായി വി എം വത്സൻ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇത്തവണ എതിരില്ലാതെയാണ് ഭരണസമിതി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ അഷ്ടമിച്ചിറയിലെ ജനങ്ങൾ, ഈ സഹകാരികൾ ഞങ്ങളോട് കാണിച്ച സ്നേഹം ഏത് പ്രതിസന്ധിയിലും രാഷ്ട്രീയത്തിന് അതീതമായി ഈ ബാങ്കിനോടൊപ്പം നിന്നിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ ഒരു കരിമന്നൂർ പ്രശ്നം ഉണ്ടായതിനു ശേഷം ബാങ്കിനെതിരെ വളരെ മോശമായ രീതിയിലുള്ള പ്രചരണങ്ങളുണ്ടായെങ്കിലും ആ പ്രചരിപ്പിച്ചവരുടെ കൂട്ടത്തിലുള്ളവർ പോലും ഞങ്ങളോടൊപ്പം നിന്നു എന്നുള്ളത് നമുക്ക് ആത്മവിശ്വാസം തരുന്ന കാര്യമാണ്. ബാങ്ക് ഹാളിൽ ചേർന്ന അനുമോദന സമ്മേളനത്തിൽ കെ അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. ഇവരെ കക്ഷി നേതാക്കളായ ടി കെ സന്തോഷ്, വി എം ചന്ദ്രബോസ്, എം കെ ബാബു, അരുൺ പോൾച്ച്, ജോർജ് നെല്ലിശ്ശേരി, സാബു പോൾ ഇടാട്ടുകാരൻ എന്നിവർ പ്രസംഗിച്ചു. കൊടുങ്ങല്ലൂർ ടെൻമെൻ അസോസിയേഷൻ 2023-2024 അധ്യയന വർഷത്തിൽ SSLC +2 പാസ്സായ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണവും ആദരവും നടന്നു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു. വി എസ് സജീവൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർമാരായ സി സുമേഷ്, രശ്മി ബാബു, ശാലിനി വെങ്കടേഷ്, ധന്യ ഷൈൻ, എൻ കെ നവാസ്, ഡോക്ടർ എ അജിത് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വായ്പാ കുടിശ്ശിക തുകയേക്കാൾ കൂടുതൽ മൂല്യമുള്ള ഭൂമിയിലെ ജപ്തി തടയാൻ കളക്ടർമാർക്ക് അധികാരം നൽകുന്ന നിയമ ഭേദഗതി സംസ്ഥാനത്ത് നിലവിൽ വന്നു. വായ്പയ്ക്ക് ഈടായി വെച്ച മുഴുവൻ ഭൂമിയും കെട്ടിടവും ജപ്തി ചെയ്യാൻ ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും പുതിയ നിയമം വഴി കഴിയില്ല. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി LDF-ലെ നിഷ ഷാജി തെരഞ്ഞെടുക്കപ്പെട്ടു. LDF-ലെ മുൻ ധാരണപ്രകാരം CPM പ്രതിനിധിയായിരുന്ന മുൻ പ്രസിഡന്റ് MM മുകേഷ് രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. മഴ കനത്താൽ ആശങ്കയോടെ കഴിഞ്ഞിരുന്ന അന്നമനട കുടുംബി കോളനി നിവാസികൾക്ക് ഇനി ഭയമില്ലാതെ കഴിയാം. പുഴയോരത്തെ പാർശ്വഭിത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.